ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. സോനയുടെ മരണം അപകട മരണമാണോ, ആത്മഹത്യയാണോ, കൊലപാതകമാണോ? ഒരാഴ്ച മുമ്പാണ് ചെറുമണ്ണൂർ കക്രമുക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ച് അതിൽ സഞ്ചരിച്ചിരുന്ന പാലേരി കല്ലിക്കണ്ടി സോന മരിച്ചത്. കാറിൻ്റെ ഉൾഭാഗത്ത് മാത്രം തീ വ്യാപിച്ചതും അതിൻ്റെ എഞ്ചിനോ മറ്റ് യന്ത്രഭാഗങ്ങൾക്കോ യാതൊരു തകരാറും ഉണ്ടാകാതിരിക്കുകയും ചെയ്തത് ഇത് ഒരു ആസൂത്രിത കൊലപാതകമാണോ എന്ന് സംശയം ജനിപ്പിച്ചു. സംശയം വിരൽ ചൂണ്ടിയത് കാർ ഓടിച്ചിരുന്ന സോനയുടെ ഭർത്താവ് രജിൻ ലാലിൻ്റെ നേർക്കായിരുന്നു. എന്നാൽ രജിൻ ലാൽ പറഞ്ഞത് പെട്രോൾ മണക്കുന്നുണ്ടല്ലോ എന്ന് രജിൻ ലാൽ പറയുമ്പോഴേക്കും കാർ കത്തിയിരുന്നു എന്നാണ്. ഉടനെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയ രജിൻ ലാൽ പുറകിലത്തെ സീറ്റിൽ വിശ്രമിച്ചിരുന്ന സോനയെ രക്ഷിക്കാനായിട്ട് ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് തുറക്കാതിരുന്നതുകൊണ്ട് ദേഹമാസകലം തീയുമായി അടുത്തുള്ള തോട്ടിലെ വെള്ളത്തിലേക്ക് ചാടി എന്നാണ്. രജിൻലാൽ പറഞ്ഞ ഈ പെട്രോളിൻ്റെ ചുവട് പിടിച്ച് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് സോന ഒരു വെളുത്ത കന്നാസുമായി പെട്രോൾ ബങ്കിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കൊണ്ടു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. അതിൻ്റെ പുറമെയാണ് കാറിൽ നിന്ന് കന്നാസിൻ്റെ മൂടി ലഭിക്കുന്നത്. ഇതോടെ രജിൻലാലിന് ഈ സംഭവത്തിൽ പങ്കില്ല എന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തി. സോന ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. സോന എന്തിനാണ് പെട്രോൾ വാങ്ങി കാറിൽ സൂക്ഷിച്ചത്? അത് രജിൻലാലിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നോ, അതോ സോന സ്വന്തം നിലയ്ക്ക് വാങ്ങിവെച്ചതാണോ? സോനയ്ക്ക് ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പെട്രോളിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാതെ മറ്റു പല മാർഗങ്ങളും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ കാറിനുള്ളിൽ നിന്ന് പെട്രോൾ ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചതെങ്കിൽ സ്വാഭാവികമായും കാർ ഓടിച്ചിരുന്ന രജിൻലാലിനെ കൂടി വധിക്കണം അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കണം എന്ന ഉദ്ദേശം സോനയ്ക്ക് ഉണ്ടായിരുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സോന കയ്യിൽ ലൈറ്റർ കരുതിയിരുന്നു, അതോ പെട്രോൾ വാങ്ങിയ കൂട്ടത്തിൽ ലൈറ്ററും വാങ്ങിച്ചിരുന്നു എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ദുരൂഹതകളുടെ ചുരുളഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.